ആമയിഴഞ്ചാൻ തോട്ടിലകപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പുതിയ പരീക്ഷണങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുകയാണ് രക്ഷാ ദൗത്യ സേന. രണ്ട് ഭാഗങ്ങളിൽ നിന്നായി വെള്ളം പമ്പ് ചെയ്ത് ഫ്ലഷ് ചെയ്തുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് അറിയാൻ കഴിയുന്നില്ല. 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, സന്ധ്യയോട് അടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ കൂമ്പാരം തന്നെയാണ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ മണിക്കൂറുകളിലുമൊക്കെ കണ്ടതുപോലെ ഈ രക്ഷാദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ട്? പുതിയ രീതിയനുസരിച്ച് വെള്ളം പമ്പ് ചെയ്യുക, പമ്പിങ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അതിലെന്തെങ്കിലും പ്രാഥമിക ഘട്ടമേ ആയിട്ടുള്ള എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? പ്രജീഷ്, ഇപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുള്ള ആമയിഴഞ്ചാൻ തോടിൻ്റെ സ്ലാബുകൾ ഇളക്കിയുള്ള പമ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ പമ്പിംഗ് തുടങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ 2ാമത്തെ ടെർമിനലിൻ്റെ ഭാഗത്ത് വന്ന് തോടിലേക്ക് പതിക്കുന്ന ഭാഗം ഇവിടേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തും എന്നതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് പമ്പ് ചെയ്യുന്നത്. അതായത് അവിടെയുള്ള മാലിന്യം പൂർണ്ണമായും ഇതുവഴി പുറന്തള്ളുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ വെള്ളം ഒഴുകി അകത്ത് കുടുങ്ങിക്കിടക്കുന്നതെല്ലാം പുറത്തേക്ക് വരിക എന്നതിൻ്റെ ഭാഗമായുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 15 മീറ്ററെല്ലാം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ പമ്പിങ് നടക്കുന്ന ഭാഗമായും. പക്ഷേ പമ്പിങ് തുടങ്ങിയെങ്കിലും വലിയ തോതിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. കാര്യമായി തന്നെ പമ്പിങ് തുടങ്ങാൻ തന്നെയാണ് പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ പമ്പിങ് നടക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു രാഹുൽ നിൽക്കുന്നിടത്താണ് ഇത്തരത്തിൽ പമ്പിങ് നടക്കുന്നത്. ഞാനൊന്ന് കൃത്യമായി ചോദിക്കണം, അതായത് ഇപ്പോൾ നമ്മുടെ പമ്പിങ് നടക്കുന്നത് എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ്? 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ ഏത് രീതിയിലുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 2 പമ്പ് വെച്ചിട്ട് അവിടുന്ന് വെള്ളം ഇളക്കി വിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാസേജിൻ്റെ അവിടേക്ക് എത്ര ദൂരമാണുള്ളത്? ഏകദേശം 15-20 ഇടയ്ക്ക് 20-25 മീറ്റർ ദൂരം വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ പമ്പിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായി പുറന്തള്ളുക എന്നുള്ളതാണ്. പൂർണ്ണമായി പുറന്തള്ളുക പോസിബിൾ അല്ല. നമുക്ക് ആ വാട്ടറിനൊരു മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് അതുവഴി അവിടേക്ക് കടന്നെത്തുക എന്നുള്ളതാണോ അതുവഴി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്ക് ഒരു അനക്കം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ അതിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിനും 5ാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ഭാഗത്തുള്ള സെർച്ച് അപ്പോൾ തൽക്കാലത്തിൽ നിർത്തിയിരിക്കുകയാണ്. സെർച്ച് നിർത്തിയതല്ല, നമ്മൾ സെർച്ച് 1ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ 5ാമത്തെ പ്ലാറ്റ്ഫോം വരെ നമ്മൾ പൂർത്തിയാക്കി. നമുക്ക് പറ്റുന്ന ഭാഗം ഫുള്ള് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് കടന്നത്. ഇനി 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുകളിലേക്കാണ് നമ്മളിപ്പം പമ്പ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2ാമത് ഈ ഭാഗത്തു നിന്ന്, അതായത് ഫസ്റ്റ് മുതൽ താഴേക്ക് ഡൗൺ സ്ട്രീമിലുള്ള സെർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്സ്ട്രീമിൽ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു. കുറച്ച് ഭാഗം നമ്മൾ അപ്സ്ട്രീമിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുള്ളൊരു ഫൈൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. 5ാമത്തെ പ്ലാറ്റ്ഫോം വരെ 1 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോം. അതെ, അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം 5th മുതൽ നമ്മൾ വെള്ളം ഇളക്കി തുടങ്ങിയത്. അപ്പോൾ സ്ലറി ആയിട്ട് കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അവസാന ഘട്ടം. അവസാന ഘട്ടം നമുക്ക് പറയാൻ പറ്റും, നമ്മൾ അടുത്ത ഘട്ടം. അതെ. അപ്പോൾ പമ്പിങ് നടക്കുന്നു. ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഈ ജോയി എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഈ പമ്പ് ചെയ്ത് പുറന്തള്ളുന്ന വെള്ളം മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നതിനൊപ്പം തന്നെ ജോയി എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നെങ്കിൽ ഇവിടേക്ക് ഒഴുകി എത്താൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഒരു പാസേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. കാരണം ഒട്ടും പ്രതീക്ഷ നിർഭരം ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരാളെ ജീവനോടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണെന്ന് പറയുമ്പോഴും അതിന് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം 1ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ 5ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ഭാഗത്ത് ചെറിയ പാസേജുകളെല്ലാം ഒരു സ്ലാബുകൾ ഇളക്കി സാധ്യമായ തിരച്ചിലുകൾ നടത്തി. ഇപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്ത്, അതായത് ഈ 2nd ടെർമിനലിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തേക്കുള്ള 15 മീറ്റർ ദൂരം, ഈ ദൂരത്തേക്ക് ഉള്ള മാലിന്യങ്ങൾ നീക്കുന്നതിന്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ച് കളഞ്ഞ് പുറത്തേക്ക് ഒരു വഴിയൊരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോഴും ഇതിനടിയിൽ കെട്ടിക്കിടക്കുന്നത് വലിയ തോതിലുള്ള
മാലിന്യത്തിന്റെ വലിയ കൂമ്പാരമാണ്. എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അമൽ കൂടി ചേരുന്നുണ്ട്. അവന് നേവിയൊക്കെ വരുന്നുണ്ട്. ഒരു 2 മണിക്കൂറിനകത്ത് നേവിയൊക്കെ എത്തുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയെല്ലാം പറഞ്ഞത്. പക്ഷേ ഇതിനകത്തേക്ക് കടന്നു കയറി ഒരു സുഗമമായ ഒരു പരിശോധനയ്ക്കുള്ള സംവിധാനം ഇപ്പോഴും ഇല്ല. എത്രത്തോളം ഫലപ്രാപ്തിയുണ്ട് ഇതിന്? നേവി സംവിധാനം വരും എന്ന് പറഞ്ഞാൽ അതിപ്പോൾ യൂണിഫോം അപ്പുറത്തേക്ക് ഒരു അമിത പ്രതീക്ഷ ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നില്ല പ്രശാന്ത്. കാരണം ഇത് നേരത്തെ നമ്മൾ NDRFന്റെ സംഘം വന്നപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ NDRFന് കടന്നു കയറാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. അതായത് മാലിന്യ കൂമ്പാരം എന്ന് മാത്രമല്ല, ഇത് റെയിൽവേ ട്രാക്കാണ്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് മണ്ണ് കുഴിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കടന്നു പോകുന്ന തുരങ്കം മാറ്റാൻ കഴിയും. തുരങ്കത്തിൻ്റെ മുകൾ ഭാഗം മാറ്റി അവർക്ക് ആ പ്രവർത്തനം ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് അങ്ങനെയല്ല. 5 റെയിൽവേ ട്രാക്കുകളാണ് നിരന്ന് കിടക്കുന്നത്. തിരുവനന്തപുരമാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ സ്വാഭാവികമായും അത് മണ്ണ് മാറ്റുക അല്ലെങ്കിൽ ആ തുരങ്കം തുറക്കുക എന്ന് പറയുന്നത് പോസിബിളായ ഒരു കാര്യമേ അല്ല. ഈ തുരങ്കത്തിനകത്ത് കൂടി ഒന്നുകിൽ ഇത് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും അകത്തേക്ക് കയറി മാലിന്യം പുറത്തേക്ക് എടുത്താൽ മാത്രമേ ഈ തുരങ്കത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അകത്ത് കുടുങ്ങി കിടപ്പുണ്ട് എങ്കിൽ കൂടി പുറത്തേക്ക് എടുക്കാൻ കഴിയൂ. പക്ഷേ അകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്കൂബ ഡൈവിംഗ് ടീം അകത്തേക്ക് പോകുമ്പോൾ കൂടി പോയാൽ ഒരു 5 മീറ്റർ 6 മീറ്റർ ദൂരം അവർക്ക് പോകാൻ കഴിയുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് അവർക്ക് തിരിച്ചു വരേണ്ടി വരികയാണ്. മുങ്ങാൻ കഴിയിട്ട് പോകുന്ന ഒരാൾക്ക് കടന്നു പോകാൻ മാത്രമുള്ള ഒരു സ്പേസ് മാത്രം അല്ലേ? അതായത് 3 തട്ടുകളായാണ്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ മാലിന്യം, നടുക്കൂടി വെള്ളം പോകുന്നു. അതിൻ്റെ അവസാന തട്ടിൽ കനമുള്ള മാലിന്യങ്ങൾ. ഇപ്പോൾ കട്ടിയുള്ള മാലിന്യങ്ങളാണെങ്കിൽ താഴെ പോയി അത് അടിഞ്ഞു കിടക്കും. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ കനമില്ലാത്ത മാലിന്യങ്ങൾ മുകളിൽ കിടക്കും. കനമില്ലാത്തത് നമ്മൾ പറയുമ്പോൾ അതിനിങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല. തുണിയടക്കമുള്ള അപ്പോൾ വെള്ളം നനയുമ്പോൾ വലിയ കനമായി മാറും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നേരത്തെ ഇറങ്ങിയ സമയത്ത് വെള്ളം പെട്ടെന്ന് താഴ്ന്നു. വെള്ളം താഴ്ന്നപ്പോൾ വെള്ളത്തിനൊപ്പം തന്നെ ഈ പൊങ്ങിക്കിടക്കുന്ന മാലിന്യവും താഴും. അത് ആ ഉദ്യോഗസ്ഥന്റെ മുതുകിലേക്ക് വീണു എന്നുമാണ് പറഞ്ഞത്. അതിന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന ആൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അതിൻ്റെ അടിയിൽ പോയനെ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. മാത്രമല്ല ഇനിയിപ്പോൾ വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി അകത്ത് കയറിയൊരു പരിശോധനയാണ് ഇവരുടെ അടുത്തതായി ഇവർ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ അത് പോസിബിളേ അല്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ആ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താഴെയും മുകളിലും മാലിന്യം കിടക്കുകയാണ്. അപ്പോൾ വെള്ളം പറ്റിക്കാൻ ഒരു തീരുമാനമെടുത്താൽ വെള്ളം പോകുമ്പോൾ സ്വാഭാവികമായും മുകളിൽ കിടക്കുന്ന മാലിന്യം നേരെ വന്ന് താഴേക്ക് ഈ 2 മാലിന്യങ്ങൾ കൂടി ഒന്നാകും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ജോയി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നീട് നമ്മളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിക്കുകയാണ്. കണ്ടെത്തുക എന്ന് പറയുന്നത് പിന്നീട് അസാധ്യമായി മാറും. പിന്നീട് അടുത്തൊരു വേനൽക്കാലമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി വെള്ളം പറ്റി മുഴുവനായി അകത്തെ മാലിന്യം മാറ്റുന്ന സമയത്ത് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവസ്ഥ. ഇത് ഒരു മാലിന്യ ബോംബാണ് നമ്മുടെ നഗരത്തിനകത്ത് ഇരുന്നത് എന്നുള്ളതാണ്. കാരണം ജോയി ഇതിനകത്ത് പെടുന്നത് ഒരു അവസരം വേണ്ടി വന്നു. ഈ ആമയഞ്ചാൻ തോട്ടിലെ പ്രത്യേകിച്ച് റെയിൽവേയുടെ ഉള്ളിൽ. ശരി പ്രശാന്ത്, അമൽ, എന്തായാലും നിങ്ങളൊക്കെ തുടരുക. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്.